ഹായ് ഫ്രണ്ട്സ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ ട്രേഡിംഗ് സൈക്കോളജി ബേസിക്സ് ആണ്. നമ്മളിത് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ബേസിക്സും പിന്നെ ഒന്ന് അഡ്വാൻസ്ഡ് ലെവൽ. സോ നമ്മൾ ബേസിക്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കവറേജ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസോ അല്ലെങ്കിൽ ഇൻട്രാഡേ അല്ലെങ്കിൽ സിൻ ട്രേഡിങ്, സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിങ് എന്ത് തന്നെ ആയാലും അത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്ട്രാറ്റജീസും സെറ്റപ്പും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചവരുണ്ടാവാം, പഠിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, സോ ഓൾമോസ്റ്റ് പഠിച്ചു തുടങ്ങി ട്രേഡ് ചെയ്തവർക്ക് മനസ്സിലാവും ഒരു പരിധി കഴിയുമ്പോൾ സ്ട്രാറ്റജിയും സെറ്റപ്പും അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സോ ഇതൊന്നും ഒരു പരിധിക്കപ്പുറം നമ്മുടെ ട്രേഡിങ്ങിന്റെ സക്സസിന് ഹെൽപ്പ് ചെയ്യില്ലെന്ന് മനസ്സിലാവും. ഓക്കെ, സോ അത് മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ്, അതാരുടെയും തെറ്റല്ല, എല്ലാവരും ആദ്യമായിട്ട് വിചാരിക്കുന്നത് നമ്മളൊരു സെറ്റപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ട്രേഡ് എടുത്ത് സക്സസ് ആകാം എന്ന് വിചാരിക്കും. അത് ഇൻട്രാഡേ ആവാം, സിൻ ട്രേഡിംഗ് ആകാം, എന്ത് തന്നെ വേണമെങ്കിലും ആകാം. ഓക്കെ, സോ നമ്മൾ ആദ്യം അങ്ങനെയായിരിക്കും കരുതുക. നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് കുറച്ചങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു വിജയം നേടാൻ സാധിക്കാതെ വരികയും കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുന്നു, അല്ലെങ്കിൽ കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ മിസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ട്രേഡ് ഇല്ലാത്തടത്തൊരു പോയി ട്രേഡ് എടുത്ത് നമ്മളുള്ള ക്യാപിറ്റൽ കളഞ്ഞിട്ട് വീണ്ടും ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നു, അതും കളയുന്നു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുന്നു, ഇടയ്ക്ക് പ്രോഫിറ്റ് കിട്ടും, പിന്നെ അല്ലെങ്കിൽ ഒരു 2-3 ദിവസം അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടുന്നു, 4ാമത്തെ ദിവസം അത് മൊത്തത്തിൽ കളയുന്നു, എക്സ്ട്രാ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ ഇട്ട് അതും കളയുന്നു. ഇങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അത് എല്ലാ ട്രേഡേഴ്സിന്റെയും ലൈഫിൽ അത് സംഭവിക്കും, ഉറപ്പാണ്. കാരണം ഇപ്പം കുറെ പേർക്ക് അത് സംഭവിച്ചിട്ടുണ്ടാവും, കുറെ പേർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതേ ഉണ്ടാവുള്ളൂ. സോ എന്തായാലും ഇതെല്ലാം ട്രേഡേഴ്സും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സോ ആരും ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകാതെ ട്രേഡിങ്ങിന് സക്സസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കണക്കിന് അത് ഉണ്ടാവുന്നത് നല്ലതാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനുഭവം ഗുരു ആണല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ പറയാറ്. അപ്പൊ നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും. ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നിടത്താണ് നമ്മുടെ വിജയം വരുന്നത്. ഓക്കെ, സോ ഇപ്പൊ മിസ്റ്റേക്കുകൾ ഇഷ്ടംപോലെ സംഭവിക്കും. അത് ട്രേഡിംഗ് എന്നല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഏരിയാസിലും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും നമുക്ക് തെറ്റുകൾ ഇഷ്ടംപോലെ സംഭവിക്കാറുണ്ട് അല്ലേ. അപ്പൊ ആ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും പിന്മാറി മടങ്ങിപ്പോകുന്നതല്ല ഒരു നല്ല ശീലം. നമ്മൾ ആ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിൽ വിജയിക്കാൻ ശ്രമിക്കണം അല്ലെ. നെവർ ഗിവ് അപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ തെറ്റുകൾ പറ്റിക്കൊണ്ടേയിരിക്കും. ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. അതേപോലെ തന്നെയാണ് ട്രേഡിങ്ങിൽ. സോ അപ്പൊ ട്രേഡിങ്ങിൽ നമ്മൾ ഇങ്ങനെ കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം, നമ്മൾ കുറെ ലോസ് ഒക്കെ ഫേസ് ചെയ്തതിനു ശേഷം നമ്മൾ പതിയെ റിയലൈസ് ചെയ്യാൻ തുടങ്ങും. ട്രേഡിങ്ങിൽ സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസുള്ള സ്കില്ലോ ഒന്നുമല്ല ശരിക്കും ഇതിനകത്തെ ഒരു വിജയം കൊണ്ടുവരുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ട്രേഡിംഗ് സൈക്കോളജിയാണ്. സോ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് വെറുതെ നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല അല്ലെ. ഇപ്പൊ സൈക്കോളജി എന്താണെന്ന് നമുക്കറിയാം. ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതിൽ നമ്മളുടെ ഇമോഷൻസ്, പണവുമായിട്ട് നമ്മളുടെ അറ്റാച്ച്മെന്റ്, അതുപോലെ തന്നെ നമ്മളുടെ ഗ്രീഡ്, ഫിയർ, ഹോപ്പ്, റിഗ്രറ്റ്, അല്ലെങ്കിൽ ഈഗോ, അങ്ങനെ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ എന്താ പറയുക പേഷ്യൻസ്, ഇങ്ങനെ കുറേ ഇമോഷണൽ ഫാക്ടേഴ്സ് ഇതുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ ബ്രെയിനിനെ പഠിപ്പിച്ചെടുത്ത് അത് പിന്നീട് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നിടത്താണ് ട്രേഡിംഗ് സൈക്കോളജി നമുക്ക് കിട്ടി അല്ലെങ്കിൽ അത് സക്സസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ അതാണ് ട്രേഡിങ്ങിൽ വിജയിക്കുന്നതിന്റെ വലിയൊരു ഘടകം. നമ്മൾ മുന്നേ പറഞ്ഞ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ സെറ്റപ്പോ സ്ട്രാറ്റജിയോ ഒന്നുമല്ല. ട്രേഡിങ്ങിൽ വിജയിക്കാൻ നമുക്ക് ആവശ്യം ട്രേഡിംഗ് സൈക്കോളജിയാണ്. ഓക്കെ, സോ അത് നമ്മൾ ചെയ്തേ പഠിക്കൂ. ഒരു ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചു പഠിക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് വായിച്ചു പഠിക്കാം. ഇപ്പൊ ഞാൻ ഈ തരുന്ന വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ അത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ട്രേഡിംഗ് കരിയറിൽ അത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ പലപ്പോഴും പരാജയപ്പെടാം, ചിലപ്പോൾ വിജയിക്കാം. അത് എന്തു തന്നെയായാലും നിങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് അത് പയറ്റി തെളിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പൊ ഞാൻ അധികം ഇൻട്രോ തന്ന് നീട്ടുന്നില്ല.
അപ്പൊ ഇതിൽ നമ്മൾ ട്രേഡിംഗ് സൈക്കോളജിയുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ സോ ഡിസിപ്ലിൻ ഓവർ ഇമ്പൾസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ചാർട്ട് കണ്ടു അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക്, ഇപ്പൊ നമ്മളൊരു നിഫ്റ്റിയിൽ ഓപ്ഷൻ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആകാം, ചിലപ്പോൾ 1 മിനിറ്റ് 3 മിനിറ്റ്സ് യൂസ് ചെയ്യുന്ന ആളാകാം. സോ ഏത് ടൈം ഫ്രെയിം ആയാലും നമ്മൾ നോക്കുന്ന ടൈം ഫ്രെയിമിൽ ഒരു ഗ്രീൻ ക്യാനിലോ അല്ലെങ്കിൽ റെഡ് ക്യാനിലോ വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രേഡിങ് എടുക്കും അല്ലെ? ഒരു ലെക്ക് പരീക്ഷിക്കുകയാണ്, കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പം ഓക്കെ ഒരു ഇപ്പം നിഫ്റ്റിയുടെ ഓപ്ഷൻസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ ഒരു ഗ്രീൻ ക്യാനിൽ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാന്ന് വിചാരിക്കും. അപ്പം എന്റെ മനസ്സിൽ എന്താണ്, ഒരു 10 പോയിന്റ് ക്യാപ്ചർ ചെയ്തിട്ട് വേഗം ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ലോട്ടോ ഒന്നും നോക്കാതെ നമ്മൾ എത്രയാണ് ക്യാപിറ്റൽ അതിനകത്ത് അക്കൗണ്ട് ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കും. ഇത് എടുത്തതറിയാതെ 10 പോയിന്റ് എത്തുന്നതിന് മുമ്പ് മേ ബി ഒരു 4-5 പോയിന്റ് എത്തിയിട്ട് നേരെ തിരിഞ്ഞിട്ട് ഒരു 10-20 പോയിന്റ് താഴേക്ക് തിരിഞ്ഞു പോകാം. അപ്പൊ നമുക്ക് വലിയ ലോസ് കാണും. നമ്മൾ പേടിച്ചിട്ട് ലോസ് കാണുമ്പോൾ ഇറങ്ങും. സോ ഇവിടെ നമ്മുടെ ഒരു സെറ്റപ്പും ഇല്ല അല്ലെ? നമ്മൾ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയാണ് മൂവിങ് ആവറേജ് ലൈനിൽ നിന്നും മാർക്കറ്റ് ക്രോസ് ചെയ്ത് മോളിൽ പോയതിനു ശേഷം തിരിച്ചു വന്ന് മൂവിങ് ആവറേജിൽ ടച്ച് ചെയ്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ആകുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കാം എന്നതാണ് എന്റെ സെറ്റപ്പ് എന്ന് മനസ്സിൽ വിചാരിക്കുക. അതാണ് ഞാൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെറ്റപ്പ്. പക്ഷെ ഇവിടെ ഒന്നും കണ്ടില്ല. ഞാൻ ഈ ക്യാൻഡലിന്റെ മൂവ്മെന്റ് കണ്ടോണ്ട് ചാടിക്കറി എടുത്തു, 10 പോയിന്റ് കിട്ടി അപ്പൊ തന്നെ ഇറങ്ങാം എന്നാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ആ മാർക്കറ്റിന് അറിയില്ല അത് അല്ലെ? ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് മാർക്കറ്റ് അറിയും, ഒരിക്കലും അറിയില്ല. അപ്പൊ ഞാൻ എടുത്തെടുത്ത് ചിലപ്പോൾ 4-5 പോയിന്റ് ഭാഗ്യം കൊണ്ട് പോയേക്കാം. അതിനുശേഷം 10 പോയിന്റ് നമ്മുടെ മനസ്സിലെ ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് എന്തായി? റിവേഴ്സ് ആയിട്ട് ഒരു 10 പോയിന്റോ അല്ലെങ്കിൽ 15 പോയിന്റോ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സഞ്ചരിക്കും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ലോസ് വരും. ഈ ലോസ് എത്രയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല അല്ലെ? നമുക്ക് ഇപ്പോൾ 2000 ലോസ് എടുക്കാം എന്ന് പ്ലാൻ ചെയ്താണ് ഞാൻ ട്രേഡ് എടുക്കുന്നെങ്കിൽ എനിക്ക് 2000 ലോസ് വരുന്നവരെ എനിക്ക് പേടി തോന്നില്ല. കാരണം ഞാൻ ഓൾറെഡി എന്റെ ബ്രെയിനിൽ അത് പഠിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ എന്താ സംഭവം? ഇവിടെ നമ്മൾ ശരിക്കും അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ ചാടി കയറി എടുത്തുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് പോകുന്നതോറും നമ്മുടെ ലോസ് കൂടി 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 വരികയാണ്. അപ്പൊ നമ്മൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ അവിടെ വെച്ചിട്ട് അത് സ്ക്വയർ ഓഫ് ചെയ്യും അല്ലെ? സ്ക്വയർ ഓഫ് ചെയ്തിട്ട് നമ്മൾ ട്രേഡിൽ നിന്ന് പുറത്തെടുക്കും. നമ്മൾ എന്നിട്ട് പിയാനിൽ ഓടിപ്പോയി നോക്കുമ്പോൾ നെഗറ്റീവായിട്ട് ഒരു 8,000 എത്രയിലും ഒരു എമൗണ്ട്. ഓക്കെ സോ നമ്മൾ 2000 രൂപ ഇന്ന് ലോസ് വരുത്താവുന്നൊരു മനസ്സിലാഗ്രഹമുള്ള ഒരാളാണെങ്കിൽ പോലും അതിൽ കൂടുതൽ വരാതെ നമ്മൾ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കാതിരുന്നെങ്കിൽ ഈ 8,000 കാണാൻ നമ്മൾ പാനിക്കാവും അല്ലെ? അപ്പം ഇത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പറയുന്നത് ഓൾവേസ് ട്രേഡ് ബേസ്ഡ് ഓൺ യുവർ പ്രീ ഡിഫൈൻഡ് സെറ്റപ്പ് അല്ലെങ്കിൽ പ്ലാൻ. അപ്പൊ നമ്മുടെ പ്ലാൻ ഏതും ആകാം അല്ലെ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് സ്ട്രാറ്റജി ഞാൻ പറയുകയാണ്. ഇപ്പൊ 20 EMI ഇങ്ങനെ പോവുകയാണ്. ഓക്കെ സോ പ്രൈസ് ഇങ്ങനെ ഫോം ആകുകയാണ്. പ്രൈസ് ഇങ്ങനെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഇങ്ങനെ പോവാണ്. 20 EMI ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ ഇങ്ങനെ പോവാൻ നോക്കുക. ഇവിടെ പ്രൈസ് ഇങ്ങനെ എത്തി. പെട്ടെന്ന് ഒരു ക്യാൻഡിൽ 20 EMI ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് കുറച്ച് മേളിലേക്ക് പോയിട്ട് വീണ്ടും മാർക്കറ്റ് റെഡ് ക്യാൻഡിൽ ഫോം ആയി ഇങ്ങനെ താഴെ വന്നു. ഇവിടെ വന്നിട്ട് ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ആയെന്ന് വിചാരിക്കും 20 EMI. ഇപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ഒരു സെറ്റപ്പ് അനുസരിച്ച് നമ്മൾ ഈ ഹാമറിന്റെ ഹൈ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോങ് എൻട്രി എടുക്കും അല്ലെ? ഒരു ബൈ എൻട്രി എടുക്കും. ഓക്കെ ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് വിചാരിക്കും. ഇവിടെ ഈ സെറ്റപ്പ് ഒന്നും വരാതെ തന്നെ നമ്മൾ ഈ ക്യാൻഡിലിന്റെ മൊമെന്റം കണ്ടുകൊണ്ട് നമ്മൾ ചാടി കയറി എടുക്കും. നമുക്ക് ലോസ് സംഭവിച്ചു. അപ്പൊ അതുകൊണ്ട് ഇമ്പൾസ്, ഡിസിപ്ലിൻ ഓവർ ഇമ്പൾസ്, അത് ഇമ്പൾസ് ആയിട്ട് നടക്കുന്ന മൂവിനെ നമ്മൾ ഡിസിപ്ലിൻ കൊണ്ട് കീഴടക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ അവോയ്ഡ് റാൻഡം എൻട്രീസ് ഓർ ചേഞ്ചിങ് ലോട്ട് സൈസ് ഓൺ ഇമോഷൻ. ഇവിടെ കൃത്യമായിട്ട് പറയുന്നതാണ് റാൻഡം ആയിട്ട് എൻട്രി എടുക്കാതെ നമ്മളുടെ സെറ്റപ്പ് വരുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. ആ എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ലോസ് നമ്മൾ 2000 ആണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2000 രൂപ നമ്മൾ എടുക്കുന്ന പാറ്റേൺ അനുസരിച്ച് ഇപ്പം ഈ ഒരു പാറ്റേണിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഇവിടെയാണ് അല്ലെ? ഇവിടെയാണ് SL. അപ്പം ഈ ഒരു ഡിസ്റ്റൻസിൽ എത്രയാണോ നമുക്ക് ലോസ് വരുന്നത് അത് ഡിവൈഡഡ് ബൈ നമ്മുടെ ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. ഓക്കെ അപ്പൊ ഈ ഇവിടെ വരുന്ന പോയിന്റ് നോക്കുക. ഇപ്പൊ ഇവിടെ ഒരു 10 പോയിന്റ് ആണ് ഓപ്ഷൻസിൽ നമ്മുടെ ഇതെന്ന് വെക്കുക, അല്ലെങ്കിൽ 20 പോയിന്റ് ആണ് ഇവിടെ SL കാണുന്നതെന്ന് വെക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റിസ്ക് എത്രയാണ്? 2000 ആണ് അല്ലെ? 2000 ഡിവൈഡഡ് ബൈ 20 എത്രയാണോ ക്വാണ്ടിറ്റി, ഓക്കെ അതാണ് നമ്മുടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യേണ്ടത്. ഇതിനെ പൊസിഷൻ സൈസിങ് എന്ന് പറയും. അതിന് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ സോ അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് എൻട്രി എടുക്കാതെ
നമുക്ക് തോന്നിയതുപോലെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതെ നമ്മൾ ഫിക്സഡ് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി വെച്ച് മാത്രം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ, നമ്മൾ റൂൾ ചെയ്യണം, മേക്ക് എ റൂൾ, നോ സെറ്റപ്പ് നോ ട്രേഡ്. ഇനി ഈ സെറ്റപ്പ് വന്നില്ലയോ, ഞാൻ ഫോളോ ചെയ്യുന്ന ഈ സെറ്റപ്പ് ആണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ, 100 കണക്കിനല്ല ലക്ഷക്കണക്കിന് സെറ്റപ്പുകളുണ്ട് മാർക്കറ്റിൽ. അതിലൊരെണ്ണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഉദാഹരണത്തിന് വേണ്ടി. അപ്പൊ ഞാൻ ഈ സെറ്റപ്പ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് ഈ സെറ്റപ്പ് വന്നാൽ മാത്രമേ ട്രേഡ് എടുക്കുന്നുള്ളൂ വിചാരിച്ചിരുന്ന ആളാണ്. ഈ സെറ്റപ്പ് വന്നില്ല, എന്ത് ചെയ്യും? നോ ട്രേഡ് അല്ലേ? നോ ട്രേഡ്, എനിക്ക് വേണ്ട, എന്റെ സെറ്റപ്പ് വന്നില്ല, ഞാൻ ട്രേഡ് എടുക്കുന്നില്ല, കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ അവിടെ സേഫ് ആണല്ലേ? ആരും ആ ക്യാപിറ്റൽ എടുത്തോണ്ട് പോകില്ല, ബ്രോക്കർ കൊണ്ടുപോകില്ല, അത് അവിടെ കിടന്നു, ഒരു പ്രശ്നവുമില്ല. ഒരു ബാഡ് ട്രേഡ് എടുത്ത് ലോസ് ഉണ്ടാക്കുന്നതിൽ നല്ലത് ഒരു ട്രേഡ് എടുക്കാതെ ഒരു ദിവസം പൊക്കോട്ടെ, കുഴപ്പമില്ല. കാരണം എന്താ, നമ്മൾ ഡിസിപ്ലിൻ അവിടെ കീപ്പ് ചെയ്തു അല്ലേ? നമുക്ക് നമ്മളോട് തന്നെ നമുക്കൊരു അഭിമാനം തോന്നും, ഞാൻ എൻ്റെ പ്ലാൻ ഫോളോ ചെയ്തു, എൻ്റെ ഡിസിപ്ലിൻ ഇവിടെ വർക്കായി, എനിക്ക് എൻ്റെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി എന്ന് നമുക്ക് തന്നെ ആത്മാഭിമാനം തോന്നും അന്ന് വൈകിട്ട്. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് പോയിന്റ്, ഡിസിപ്ലിൻ ഓവർ ഇമ്പൾസ്. അടുത്തത് റിസ്ക് മാനേജ്മെന്റ് മൈൻഡ് സെറ്റ്. ഓക്കെ, സോ ഇതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ട്രേഡ് ചെയ്യാനിരിക്കുന്ന അന്ന് നമ്മൾ വിചാരിക്കുക, നമ്മൾ മനസ്സിൽ പറയുക, അല്ലെങ്കിൽ നമ്മളൊരു ഡയറിയിലോ പേപ്പറിലോ എഴുതി വെക്കുക, റിസ്ക് ഓൺലി 1 or 2% ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ ക്യാപിറ്റലിന്റെ 1%, 2% മാത്രമേ ഞാൻ ഒരു ട്രേഡിൽ ഞാൻ റിസ്ക് ചെയ്യുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ഇപ്പം 1,00,000 രൂപേന്റെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, 1% അല്ലെങ്കിൽ 2% മാക്സിമം. നിങ്ങൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ 1% വെച്ച് മാത്രം ചെയ്യുക. 1%, അതായത് 1 lakhന്റെ 1% എന്ന് പറയുന്നത് 1000 രൂപ അല്ലെ? 1000 രൂപ മാത്രമേ നിങ്ങൾ ഒരു ട്രേഡിൽ റിസ്ക് കാണാവുള്ളൂ. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ് 10 പോയിന്റ് ഉണ്ട് നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് 1000 ആണ് റിസ്ക് ചെയ്യാൻ പറ്റുക. ഇപ്പൊ നിങ്ങൾ 1000 ഡിവൈഡ് ബൈ സ്റ്റോപ്പ് ലോസിന്റെ പോയിന്റ് ഇടുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കാം? 100 ക്വാണ്ടിറ്റി എടുക്കാം അല്ലെ? 100 ക്വാണ്ടിറ്റി നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പൊ ഈ 100 ക്വാണ്ടിറ്റി എടുത്തിട്ട് 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് എടുത്ത് നിങ്ങൾക്ക് എത്ര പോയിന്റ് പോകും? എത്ര പൈസ പോകും? 1000 രൂപ പോകും അല്ലെ? അപ്പൊ നിങ്ങളുടെ റിസ്ക് അവിടെ കൺട്രോൾഡ് ആണ്. അപ്പോൾ ഓരോ ട്രേഡിനും നമ്മൾ ഒരു 1 അല്ലെങ്കിൽ 2% റിസ്ക് ചെയ്യുക ക്യാപിറ്റലിന്റെ. ഫിക്സ് ഡെയിലി ലോസ് ലിമിറ്റ്, സ്റ്റോപ്പ് ട്രേഡിംഗ് ആഫ്റ്റർ ദാറ്റ്. അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രേഡിന് ഒരു എണ്ണം വരണം. കണ്ടമാനം ട്രേഡ് എടുക്കാതെ 1, 2, മാക്സിമം 3 ട്രേഡ്സ് മാത്രം ഒരു ദിവസം എടുക്കുക. ഓക്കെ, മോർ ഡിസിഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് അവിടെ ഡിസ്റ്റർബ് ആകുന്നത്. ഓക്കെ, ലെസ് ഡിസിഷൻ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. നമുക്ക് ചിന്തിക്കാമല്ലോ, ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് തല പോക്കുമ്പോൾ നമ്മൾ ഡിസ്കംഫർട്ട് ആവും, അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അല്ലേ? സോ അതുകൊണ്ട് നമ്മൾ അധികം ട്രേഡ് എടുക്കണ്ട, 1, 2 അല്ലെങ്കിൽ 3 ട്രേഡ് മാത്രം എടുക്കുക. അപ്പം ഒരു ട്രേഡിൽ 1% വെച്ചിട്ട് നമ്മൾ റിസ്ക് ചെയ്യുകയാണെങ്കിൽ 3 ട്രേഡ് ഉണ്ടെങ്കിൽ 3%. അപ്പോൾ 1,00,000 രൂപയാണ് എന്റെ ക്യാപിറ്റൽ എങ്കിൽ 3000 രൂപയാണ് പെർ ഡേ എന്റെ ലോസ് ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ലോസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല, കാരണം ഞാനിത് അക്സെപ്റ്റഡ് ആണ് അല്ലെ? ഇത് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനിത് എടുക്കാൻ തയ്യാറാണ്. ഈ ലോസിനകത്താണ് എന്റെ അന്നത്തെ ലോസ് നിൽക്കുന്നെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഐ എം വെരി കൂൾ. ഓക്കെ, സോ നമ്മൾ ഡെയിലി ലോസ് ലിമിറ്റ് വെക്കുക. അപ്പൊ ഈ ലോസ് ഇൻ കേസ് അടിച്ചു, 1, 2, 3 ട്രേഡ് നമ്മൾ എടുത്തു, 3-ൽ കൂടെ ഈ ലോസ് നമുക്ക് വന്നു, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസമാകാം, പിന്നെ ചാർജസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം 2800 നിൽക്കാം, ചിലപ്പോൾ 3200 ആകാം, ഈവൻ 3500 ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അന്ന് ആ ട്രേഡിങ് നിർത്തുക. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അക്സെപ്റ്റ് ദാറ്റ് സ്മോൾ ലോസസ് ആർ നോർമൽ ആൻഡ് പാർട്ട് ഓഫ് ദി ബിസിനസ്. ഈ ചെറിയ ലോസ് എടുക്കുക എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു ട്രേഡിങ്ങിന്റെ ഭാഗമാണ്, അത് ഒരിക്കലും ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. ലോസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, ചെറിയ ലോസ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ ലോസ് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അത് ഇതിന്റെ പാർട്ടാണ്. നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, നമ്മൾ റിസ്ക് ഇതുപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഡിറ്റാച്ച് ഇമോഷൻ ഫ്രം P&L. ഇത് വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ P&L, അതായത് നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചാർട്ടിൽ എൻട്രി എടുത്തു, ആ ചാർട്ട് മാത്രം നോക്കുക. P&L എന്തും ആയിക്കോട്ടെ, പ്രോഫിറ്റ് ആണോ ലോസ് ആണ്, ഞാൻ ഇത്ര നോക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു സെറ്റപ്പിൽ ഹാമർ കണ്ടിട്ട് ഞാൻ എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് ഇവിടുന്നൊരു ഇതിപ്പോ ഒരു 10 പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഞാൻ ഒരു 20 പോയിന്റ് ടാർഗറ്റിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, ഇതെത്തണം, ഒന്നുകിൽ മാർക്കറ്റ് ഇവിടെ എത്തണം അല്ലെങ്കിൽ ഇവിടെ എത്താം. ഈ രണ്ടിനിടയിൽ ഞാൻ P&L നോക്കേണ്ട കാര്യമില്ല.
ഞാൻ എന്താ നോക്കേണ്ടത്? ഞാൻ ഈ പ്രൈസ് ഇങ്ങോട്ട് പോകുന്നുണ്ടോ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. ഓക്കെ. കഴിയുമെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് ഓർഡർ പോലുള്ള ഓപ്ഷൻ വെച്ചിട്ട് എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും ഇട്ട് വെക്കുക. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഒന്നുകിൽ ടാർഗറ്റ് അടിക്കും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. നമ്മളെ സംബന്ധിച്ച് വേറെ ടെൻഷനൊന്നുമില്ല. ഇനി അഥവാ അത് ചെയ്യുന്നില്ല, മാനുവലായിട്ട് എൻട്രി എക്സിറ്റാ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിലേക്ക് എത്താൻ വെയിറ്റ് ചെയ്യുക. പി ആൻഡ് എല്ലാം നോക്കുകയേ വേണ്ട. ഓക്കെ. പി ആൻഡ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ടെൻഷനാവും. കാരണം എല്ലാ മനുഷ്യരും പണവുമായിട്ട് അത്രമാത്രം അറ്റാച്ച്ഡ് ആണ്. സോ നമ്മൾ എപ്പോഴും ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുക. ഓക്കെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങളൊരു ഷോപ്പ് റൺ ചെയ്യാന്ന് വിചാരിക്കുക. എല്ലാ ഐറ്റവും ഷോപ്പിൽ നിന്ന് വിറ്റ് പോകും. ഇല്ല അല്ലെ? കുറെ ഉണ്ടാവും, കുറെ ഡെഡ് ആവും, കുറച്ച് തിരിച്ചു കൊടുക്കും, സപ്ലയർ തിരിച്ചു കൊടുക്കും, ചിലത് അങ്ങനെ തന്നെ ഇരിക്കും, ചിലത് നമ്മൾ ഡിസ്കൗണ്ട് ഇട്ട് പിന്നീട് എപ്പോഴെങ്കിലും വിൽക്കും. എല്ലാ ഐറ്റവും വിറ്റ് പോകുന്ന ഒരു കട പോലും ഈ ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പൊ നമ്മളുടെ കേസിൽ നമുക്ക് എല്ലാ ട്രേഡും സക്സസ് ആവണമെന്നില്ല, എല്ലാ ദിവസവും ട്രേഡ് കിട്ടിക്കോളണമെന്നില്ല. ഓക്കെ. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ്സ് ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലെ? ഇപ്പൊ നമ്മളൊരു പ്രോസസ്സ് ഉണ്ട്. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞൊരു പ്രോസസ്സ്, എനിക്ക് ട്രെൻഡ് മനസ്സിലാക്കാനുള്ള ഒരു നോളജ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിൽ ഒരു ഇത് വന്നപ്പോൾ ഞാൻ എൻട്രി എടുത്തു. ഈ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുക. പിയാനിൽ ഇടയ്ക്കിടയ്ക്ക് പോകാൻ നോക്കാതെ നമ്മൾ ഈ സെറ്റപ്പ് ടാർഗറ്റ് ആണോ അല്ലെങ്കിൽ SL ആണോ അടിക്കുന്നത് നോക്കി നമ്മൾ ഇരിക്കുക. റിസ്ക് 1 അല്ലെ 2% പെർ ട്രേഡ്. അതുപോലെ തന്നെ ഡെയിലി ലോസ് ലിമിറ്റ്. ഇപ്പൊ 3 ട്രേഡാണ് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 3% അല്ലെ 6% ഇൻട്രസ്റ്റ്, അത് ഓരോരുത്തരുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഇരിക്കും. അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യുക. ഈ ഒരു റൂൾ മാത്രം ഫോളോ ചെയ്തിട്ടിരിക്കുക. അപ്പം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടിയിരിക്കും. അടുത്ത പോയിന്റ്, പേഷ്യൻസ് ആൻഡ് വെയിറ്റിംഗ് പവർ, അല്ലെ? നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ട്രേഡിങ്ങിന് വന്നിരുന്നു കഴിഞ്ഞാൽ ഓരോ ക്യാൻഡിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഓരോ 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് അല്ലെ അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ ട്രേഡ് എടുക്കണമെന്ന് യാതൊരുവിധ റൂളും ഇല്ല, ഒന്നുമില്ല. 70% ഓഫ് ടൈം, ഇപ്പൊ 6-6.25 മണിക്കൂർ മാർക്കറ്റ് റൺ ആകുമ്പോൾ അതിന്റെ 70% ഓഫ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 4-4.5 മണിക്കൂറോളം നമ്മൾ മേ ബി വെയിറ്റ് ചെയ്യായിരിക്കും ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട്, അല്ലെ? നമ്മുടെ സെറ്റപ്പ് വരാൻ വേണ്ടി 4-4.5 മണിക്കൂറോ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ട്രേഡ് എടുത്താൽ മതി, ഒരു നിർബന്ധവുമില്ല. ഡെയിലി ഒരു ട്രേഡ് എടുത്താലും മതി. അതിൽ നമ്മുടെ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. അപ്പം ഈ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, നീ എന്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മുമ്പിൽ? ഇത്രയും നേരം നിനക്ക് ട്രേഡ് കിട്ടിയില്ല. വേണ്ട, എന്റെ സെറ്റപ്പ് വരാതെ ഞാൻ എടുക്കില്ല. അങ്ങനെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ ട്രേഡറിന്റെ ഇൻട്രാഡേ ടൈമിൽ 70% ആൾ എന്തായിരിക്കും? വെയിറ്റ് ചെയ്യായിരിക്കും. പ്രൈസ് വാച്ച് ചെയ്യണം, അല്ലെങ്കിൽ പാറ്റേൺ ഫോം ആവുന്ന വാച്ച് ചെയ്യണം, സെറ്റപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്, അല്ലെങ്കിൽ അനാലിസിസ് നടത്തുകയാണ്. അല്ലാതെ ഓരോ ക്യാൻഡിൽ കാണുമ്പോൾ എൻട്രി എടുക്കുന്നില്ല. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക, സെറ്റപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സെറ്റപ്പ് വന്നു കഴിഞ്ഞാലോ ഒരു പേടിയും കൂടാതെ ധൈര്യമായിട്ട് നമ്മുടെ അനാലിസിസിനെയും നമ്മുടെ സെറ്റപ്പിനെയും 100% ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ധൈര്യമായിട്ട് നമ്മളുടെ റിസ്കിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ഒന്നും പേടിക്കരുത് സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ. കാരണം ആ സെറ്റപ്പിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് എടുക്കാതിരിക്കണം? അവിടെ ഞാൻ 1000 രൂപ എൻ്റെ കയ്യിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ 1000 രൂപ നമ്മൾ കളയണം, അല്ലേ? ട്രേഡിങ്ങിൽ ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ട്, ഇഫ് യു ഡോണ്ട് ബെറ്റ് യു കോണ്ട് വിൻ, ഇഫ് യു ലൂസ് ഓൾ യുവർ ചിപ്സ് യു കോണ്ട് ബെറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബെറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെ? അതേസമയം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാം എടുത്തിട്ട് ബെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് പിന്നെ ബെറ്റ് വെക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ റിസ്ക്കും അല്ലെങ്കിൽ ലോസും, ഫിക്സ് ചെയ്ത ലോസ് റിസ്ക് നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ട്രേഡ് ധൈര്യമായിട്ട് എടുക്കുക. അത് ലോസ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം എന്താണ്? ഞാൻ അവിടെ ഒരു ഡിസിപ്ലിൻ പാലിച്ചു, അല്ലേ? എന്റെ സെറ്റപ്പ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. അത് മേ ബി 2:30-ക്കായിരിക്കും വരുന്നത്. രാവിലെ 9:15 ഓപ്പൺ ചെയ്ത മാർക്കറ്റ് എന്റെ സെറ്റപ്പ് വരുന്ന ചിലപ്പോൾ 2 മണിക്കായിരിക്കാം. ഞാൻ അതുവരെ വെയിറ്റ് ചെയ്തു. അപ്പൊ എന്റെ സെറ്റപ്പ് വന്നു, ഞാൻ എൻട്രി എടുത്തു. അത് ചിലപ്പോൾ ലോസിലേക്ക് പോകാം, ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ എന്റെ റൂള് പാലിച്ചു, ഞാൻ എന്റെ പ്രോസസ്സ് ഫോളോ ചെയ്തു, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസസ്സ് ഫോളോ ചെയ്യുക, പ്രോഫിറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി കം, അല്ലെ? അപ്പം അതാണ് കാര്യം. അതിന്റെ കൂടെ നമ്മൾ പറയുകയാണ്, എല്ലാ മൂവും ട്രേഡ് ചെയ്യണം എന്നുള്ള ആവശ്യമേ ഇല്ല. ട്രേഡിങ്ങിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും കണ്ടുകൊണ്ട് നമ്മൾ അതെല്ലാം ട്രേഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ സെറ്റപ്പിന് വേണ്ടി മാത്രം നമ്മൾ വർക്ക് ചെയ്യുക. നോട്ട് ട്രേഡ് ഈസ് ഓൾസോ എ ട്രേഡ്, അല്ലെ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. അതായത് ഒരു ട്രേഡ്, നോട്ട് ട്രേഡ് ഈസ് ഓൾസോ ട്രേഡ് എന്നാണ്, അല്ലെ?
അതായത് ഒരു ട്രേഡ് എടുക്കാതിരിക്കുന്നതും ഒരു ട്രേഡാണ്. നമ്മൾ എന്താ ചെയ്തത്? ഒരു ബാഡ് ട്രേഡ് എടുത്ത് നമ്മൾ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ കളയുന്നതിന് പകരം നമ്മൾ ട്രേഡ് എടുക്കാതിരുന്ന് നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ സേവ് ചെയ്തു അല്ലേ? ഇതാണ് വലിയ കാര്യം അല്ലേ? ഈ ക്യാപിറ്റൽ ആരും കൊണ്ടുപോകില്ല, അവിടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അടുത്തത് കോൺഫിഡൻസ് ഇൻ യുവർ സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ റൈറ്റ് സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു പേടിയും മടിയും കൂടെ നമ്മൾ ട്രേഡ് എടുക്കുക. അതിന്റെ ലോസോ പ്രോഫിറ്റോ അതൊന്നും നമ്മുടെ പ്രശ്നമേ അല്ല. റിസൾട്ട്, ഔട്ട്കം എന്ത് തന്നെ ആവട്ടെ, നമ്മൾ ധൈര്യമായിട്ട് ട്രേഡ് എടുക്കുക. കാരണം അതെന്താണ്, നമ്മുടെ സെറ്റപ്പിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ അനാലിസിസും സെറ്റപ്പിനും അനുസരിച്ച് വന്ന ട്രേഡാണ്. അത് നമുക്ക് ഒരു 99% ടൈമിൽ നമുക്കത് ഫേവർ ആയിട്ടേ വരുള്ളൂ. പിന്നെ ഒരു 1% മാർക്കറ്റിലെ റിസ്ക് അനുസരിച്ച് മേ ബി അത് സ്റ്റോപ്പ് ലോസ് അടിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, സോ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്താണ് സിസ്റ്റം? നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ സെറ്റപ്പ്. ഞാൻ നേരത്തെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞ് 20 EMA ആമർ വന്നപ്പോൾ ഞാൻ എടുത്ത എൻട്രി, ഇത് എന്റെ ഒരു സെറ്റപ്പ് ആണെന്ന് വിചാരിക്കുക. ഇത് എന്റെ വൺ ഓഫ് ദ സെറ്റപ്പ് എന്ന് വിചാരിക്കുക. ആ സെറ്റപ്പിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. എങ്ങനെയാണ് കോൺഫിഡൻസ് കിട്ടുക? നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ? പിന്നീട് മുൻപോട്ടുള്ള ചാർട്ടുകളിൽ നമ്മൾ ഇത് എത്ര തവണ ഇങ്ങനെ വന്നിട്ടുണ്ട്, എത്ര തവണ ഇത് സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ ആ തവണയൊക്കെ സംഭവിച്ചപ്പോ എന്താണ് സംഭവിച്ചത്, പിന്നീട് ടാർഗറ്റ് 1:2 എന്നുള്ള റേഷ്യോ ടാർഗറ്റ് കിട്ടിയോ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം അത് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തത്. സ്റ്റോപ്പ് ലോസ് അടിച്ചെങ്കിൽ അത് എന്താണ് കാരണം? എഗെയിൻസ്റ്റ് ട്രെൻഡ് ആയിട്ട് ഈ ഒരു സെറ്റപ്പ് വന്നുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചത്. ഇനി ടാർഗറ്റ് ആണ് കിട്ടിയത്, പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ എന്തുകൊണ്ട് പ്രോഫിറ്റ് കിട്ടി? ട്രെൻഡിനനുസരിച്ചുള്ള സമയത്താണോ ഈ സെറ്റപ്പ് വന്നത് എന്നൊക്കെ നമ്മൾ നോക്കുക. അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 100 ട്രേഡെങ്കിലും നമ്മൾ അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റപ്പ് വരും ഉറപ്പായിട്ടും നമുക്ക് എൻട്രി എടുക്കാൻ നമ്മുടെ കൈ വരക്കില്ല, നമുക്ക് പേടി തോന്നില്ല, എനിക്കത് ലോസ് ആയി പോകുന്നുള്ള ചിന്തയൊന്നും വരില്ല. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡുകളും ജേർണലൈസ് ചെയ്യുക. അതായത് നമ്മൾ എഴുതി സൂക്ഷിക്കുക. എക്സലിലോ ഡയറിയിലോ നമ്മൾ എഴുതുക. സെറ്റപ്പ് മാത്രമല്ല എഴുതേണ്ടത്, എൻട്രി എഴുതണം, എക്സിറ്റ് എഴുതണം, അത് ചെയ്തപ്പോൾ ഇമോഷൻസ് എഴുതണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് വന്നെങ്കിൽ അതിന്റെ റീസൺ എന്താണ്, ലോസ് വന്നെങ്കിൽ അതിന്റെ റീസൺ എന്താണ്, ഞാൻ എന്റെ റൂൾ ഫോളോ ചെയ്തോ, അതായത് എന്റെ ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തോ, അല്ലെങ്കിൽ അതിനിടയിൽ എപ്പോഴെങ്കിലും എനിക്ക് ചെറിയ പ്രോഫിറ്റ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചത് ബുക്ക് ചെയ്തോ, അല്ലെങ്കിൽ ചെറിയ ലോസ് കണ്ടപ്പോൾ വലിയ ലോസിലേക്ക് പോകുന്ന ഞാൻ ചെടിക്ക് ബുക്ക് ചെയ്തു, അതിനുശേഷം വീണ്ടും അതിന്റെ ഡയറക്ഷനിലേക്ക് പ്രോഫിറ്റിലേക്ക് അത് എത്തി. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെ ആ ട്രേഡ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ഇമോഷൻസും സാഹചര്യങ്ങളും നിങ്ങൾ ജേർണലൈസ് ചെയ്യുക, എഴുതി സൂക്ഷിക്കുക. അതാണ് ഏറ്റവും വലിയ ലേണിംഗ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയൊരു മുതൽക്ക് ഉണ്ടാവും. ഓക്കെ, നമ്മൾ വീണ്ടും അത് റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടും, അതുപോലെ നമ്മുടെ പേടി കുറയും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ കുറച്ച് ജേർണൽ എഴുതി വെച്ച് നമ്മൾ ഇടയ്ക്ക് നോക്കുമ്പോൾ കൂടുതലും നമ്മൾ ഈ സെറ്റപ്പിൽ പ്രോഫിറ്റ് ആണ് കണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രാറ്റജിയിൽ കോൺഫിഡൻസ് കൂടില്ലേ? ഉറപ്പായിട്ടും കൂടും അല്ലേ? നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ഇത് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ പിന്നീട് നമ്മൾ എപ്പോഴും സെറ്റപ്പ് കണ്ടാലും നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്, കൺട്രോൾ ഗ്രീഡ് ആൻഡ് ഓവർ ട്രേഡിങ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാഗ്രഹം അല്ലേ? അപ്പൊ നമുക്ക് പ്രോഫിറ്റ് കിട്ടി, നമ്മളിത് ഇവിടെ എത്തി, നമ്മുടെ ടാർഗറ്റ് ഇതാണ്, ഇവിടെ എത്തി, നമ്മൾ ഇറങ്ങുന്നില്ല. മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്, അവിടെ വരെ പോകുന്നത് ഹോൾഡ് ചെയ്യുക. അവസാനം ഇതെങ്ങനെ കയറുന്ന കാണിച്ചിട്ട് നേരെ അടിച്ച് കയറി വന്ന് ക്ലോസ് അടിച്ച് പോയി, കിട്ടിയതും പോയി. ഒരു 2000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് നമ്മളൊരു 3000 കിട്ടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു, അവസാനം അത് പോയി നമ്മുടെ 1000 രൂപ ലോസിലടിച്ചു. എന്ത് ചെയ്യും നമ്മൾ? ഭയങ്കര ടെൻസ്ഡ് ആവും അല്ലേ? നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യവും, ട്രേഡിങ് കൊള്ളില്ല, മാർക്കറ്റ് ചതിച്ചു, ഗാംബ്ലിംഗ് ആണ്, ഇതാണെന്ന് പറയില്ലേ? പക്ഷെ ഇവിടെ ഗ്രീഡാണ് അതിന് കാരണം. അപ്പൊ നമ്മൾ അത്യാഗ്രഹം പാടില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇറങ്ങണം. ഓക്കെ, ഒരിക്കലും നമ്മൾ ഹോപ്പ് ചെയ്ത് വെച്ചോണ്ടിരിക്കരുത്. പിന്നെ നമ്മുടെ ഓവർ ട്രേഡിങ് ഇതൊക്കെ തന്നെയാണ് അല്ലെ? അങ്ങനെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മാർക്കറ്റിനോട് റിവെഞ്ച് ചെയ്യാൻ തുടങ്ങും. റിവെഞ്ച് ചെയ്ത് നമ്മൾ ഓവർ ട്രേഡ് ചെയ്ത് ഉള്ളതും കളയും. 1000 എന്നുള്ളതിൽ 10000 കളഞ്ഞിട്ട് സങ്കടപ്പെട്ട് വൈകുന്നേരം പോയിട്ട് സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിരിക്കും, അല്ലെങ്കിൽ ഒരു മെന്ററിന്റെ അടുത്ത് അഡ്വൈസിന് പോകും, അല്ലെങ്കിൽ യൂട്യൂബിൽ കുറെ വീഡിയോസ് വീണ്ടും കാണാൻ തുടങ്ങും. ഇതൊന്നും ചെയ്യരുത്. എന്താണ്? നമ്മൾ ഡെയിലി നേരത്തെ പറഞ്ഞ പോലെ 1 to 3 ക്വാളിറ്റി ട്രേഡ്സ് പെർ ഡേ, നോട്ട് 10 റാൻഡം ട്രേഡ്സ്. അതായത് റാൻഡം ആയിട്ട് ഒരു 10 ട്രേഡ് എടുക്കുന്നതിന് പകരം 1 2 അല്ലെങ്കിൽ 3 ക്വാളിറ്റി ഉള്ള ട്രേഡ്. ക്വാളിറ്റി ഉള്ള ട്രേഡ് എന്താണ്? നമ്മുടെ ട്രെൻഡ് അനാലിസിസ് അനുസരിച്ച് നമ്മളുടെ സെറ്റപ്പ് വരുമ്പോൾ മാത്രം എടുക്കുന്ന കൃത്യമായ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്ത് നമ്മൾ റിസ്കിനകത്ത് നിൽക്കുന്ന ട്രേഡ് എടുക്കുന്നതിനാണ് ക്വാളിറ്റി ട്രേഡ്സ് എന്ന് പറയുന്നത്. അത് ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം മതി, 2 3 കിട്ടിയാൽ അത്ര നല്ലത്. അല്ലാതെ 10 15 ട്രേഡ് എടുത്ത് ഞാനൊരു ട്രേഡർ ആണെന്ന് ആരും കാണിക്കണ്ട. നോട്ട് ദ പോയിന്റ്. ഞാനൊരു ട്രേഡർ ആണെന്ന്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മള് 1-2 ക്വാളിറ്റി ട്രേഡ് എടുക്കുന്നതിന് പകരം 10-15 ട്രേഡ് എടുത്ത് ഞാനൊരു ഇൻട്രാഡേ ട്രേഡറാണ്, സ്കാൽപ്പറാണ് എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അതാരും കാണാനില്ല. നമ്മളുടെ പൈസയാണ് അവിടെ പോകുന്നത്. സോ നമ്മളൊരു 2-3 ക്വാളിറ്റി ട്രേഡ്സ് എടുത്ത് നമ്മൾ അന്നത്തെ ദിവസം നിർത്തുക. അത് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും നിർത്തുക. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇൻ കേസ് ഇപ്പം ഒരു എൻട്രി ഇവിടെ എടുത്തു. ഓക്കെ, ഇവിടാണ് നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് ഇവിടെ എത്തി, എന്നാൽ നല്ല മൊമെന്റം കണ്ടിട്ടും നല്ല അപ് ട്രെൻഡ് കാര്യങ്ങളൊക്കെ കണ്ടു, മറ്റു ഫാക്ടേഴ്സ് ഒക്കെ അനുകൂലമാണ്, കുറച്ചും കൂടെ പോകുന്നൊരു ധാരണ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യാതെ പകുതി ക്വാണ്ടിറ്റി ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളത് നമ്മളിവിടെ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 75% നമ്മളിവിടെ എക്സിറ്റ് അടിച്ചിട്ട് ബാക്കി ഒരു 25% നമുക്ക് വേണമെങ്കിൽ ഇവിടം വരെ പോകുന്നുള്ളത് പരീക്ഷിച്ച് നോക്കാം. ഇൻ കേസ് ഇത് പോകാതെ തിരിച്ച് ഈ ലെവലിൽ വരുവാണെങ്കിൽ നമ്മളത് ബുക്ക് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഒരിക്കലും കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് ലോസിലേക്ക് കൊണ്ട് കളയരുത്. അതിനാണ് പറയുന്നത് ബുക്ക് പാർഷ്യൽ പ്രോഫിറ്റ് അറ്റ് ലോജിക്കൽ ലെവൽസ്. അതായത് ലോജിക്കൽ ലെവൽസ് എന്ന് പറയുന്നത് മേളിലേക്ക് പോകണ റെസിസ്റ്റൻസും താഴേക്ക് വരാണ് സപ്പോർട്ടും, ഇവിടേക്ക് എത്തുന്നതിനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, അല്ലെ? അല്ലാതെ എല്ലാ പ്രാവശ്യവും ജാക്ക് പോട്ട് കിട്ടും, 100 പോയിന്റ് 50 പോയിന്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് വെറുതെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൈൻഡ് ആൻഡ് ബോഡി ഫിറ്റ്നസ് ആണ്, അല്ലെ? എന്താണ്? നമ്മൾ എപ്പോഴും ഫ്രഷ് മൈൻഡോട് കൂടി ട്രേഡ് ചെയ്യാനിരിക്കുക. നമുക്ക് ഇമോഷണലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, നമ്മൾ ആകെ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് ട്രേഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ സൈക്കോളജി അവിടെ വർക്ക് ആകില്ല. കാരണം നമ്മൾ ഓൾറെഡി കുറെ പ്രശ്നത്തിലാണ് എങ്കിൽ നമ്മൾ അതിനിങ്ങനെ എന്താ പറയുക, ഇൻവോൾവ് ആയിരിക്കും. സോ നമ്മുടെ സൈക്കോളജി അവിടെ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ നിങ്ങളുടെ എത്ര നല്ല സെറ്റപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫെയിലിയർ ആകും. കാരണം അത് സെറ്റപ്പിന്റെ അല്ല പ്രശ്നം, നിങ്ങളുടെ സൈക്കോളജി ആയിരിക്കും പ്രശ്നം. ഓക്കെ, നിങ്ങൾ ഇമ്പൾസീവ് ആയിട്ടുള്ള ട്രേഡും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഫ്രഷ് ആൻഡ് കാം മൈൻഡോടുകൂടി മാത്രം ട്രേഡിങ്ങിന് ഇരിക്കുക. അതിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് രാവിലെ ട്രേഡിങ്ങിന് മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് ഉടൻ അല്ലെങ്കിൽ ട്രേഡിങ്ങിന് തൊട്ട് മുമ്പായിട്ട് ചെറിയൊരു മെഡിറ്റേഷൻ, ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ഒന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ മനസ്സ് ഭയങ്കര ശാന്തമായിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഒരു പരിധി വരെ സഹായിക്കും. ഓക്കെ, സോ ഇത് നമ്മുടെ ട്രേഡിങ്ങിന് മാത്രമല്ല നമ്മുടെ ലൈഫിലും നമുക്കൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഫ്രഷ് ആൻഡ് കാം മൈൻഡ് ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ഉണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് നേരം സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന ശീലം ഒഴിവാക്കുക. നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റപ്പ് വരുന്നുണ്ടെങ്കിൽ അലർട്ട് ഇടാം, അല്ലെങ്കിൽ മൊബൈലിൽ ഇടയ്ക്ക് വന്ന് നോക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ ഇടയ്ക്ക് നോക്കാം. അല്ലാതെ ഫുൾ ടൈം അത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അല്ലെ? ഇപ്പൊ നമ്മള് നിഫ്റ്റി 24 എന്താ പറയാ 23,900 ട്രേഡ് ചെയ്യാണ്. ഓക്കെ, എന്റെ സെറ്റപ്പ് അനുസരിച്ച് എനിക്ക് 23,700 വന്നു കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത്ര നേരം വരാൻ കുറെ സമയം എടുക്കൂല്ലേ? നമ്മൾ അത്ര നേരം ഇതിന്റെ മുമ്പിൽ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ 1-2 ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണ് ലോസ് ആണ് നമ്മുടെ ടാർഗറ്റ് വല്ല SL ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളന്ന് സ്റ്റോപ്പ് ചെയ്യുക. അല്ലാതെ വീണ്ടും ട്രേഡ് കിട്ടുമെന്ന് നോക്കി 3:30 വരെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ അടുത്ത പോയിന്റ്, ഡിറ്റാച്ച് ഫ്രം ഈഗോ. അതായത് നമ്മുടെ ഈഗോ ആദ്യം മാറ്റി വെക്കുക. മാർക്കറ്റ് ഈസ് ഓൾവേസ് ബിഗർ ദാൻ യു. അല്ലെ? മാർക്കറ്റ് നമ്മളെക്കാളും വലുതാണ്. നമ്മൾ ആരാണെന്ന് പോലും മാർക്കറ്റിന് അറിയില്ല. നമ്മൾ പ്രോഫിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. മാർക്കറ്റിന് ഒരിക്കലും ഒരാവശ്യമില്ല നമുക്ക് പ്രോഫിറ്റ് തരണമെന്നുള്ളത്. ഇല്ല, മാർക്കറ്റ് റൺ ആയിക്കൊണ്ടേയിരിക്കും, മേളിലേക്കാവും താഴേക്കാവും. അത് സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആരാന്ന് പോലും മാർക്കറ്റിന് അറിയില്ല. സോ നമ്മൾ ഒരിക്കലും നമ്മൾ വലുതാണെന്ന് മാർക്കറ്റിനെ കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതായത് നമ്മൾ ട്രേഡ് എടുത്തു, ലോസിലേക്ക് വന്നു, നമ്മൾ ആ ലോസ് വീണ്ടും വീണ്ടും ആവറേജ് ചെയ്ത് നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഒരിക്കലും നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കരുത് നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആണെന്ന്. ഒരിക്കലും അല്ല, മാർക്കറ്റാണ് വലുത്. നമ്മുടെ ലോസ് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കുക, നമ്മളവിടെ ഫെയിലായി. നമ്മൾ മാർക്കറ്റിനോട് ഫൈറ്റ് ചെയ്യാതെ, ഈഗോ കാണിക്കാതെ ആ ലോസ് ബുക്ക് ചെയ്ത് ആ ട്രേഡ് ക്ലോസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ലേൺ ടു അക്സെപ്റ്റ് ബീയിങ് റോങ് ക്വിക്ലി ആൻഡ് എക്സെപ്റ്റ് ഗ്രേസ്ഫുള്ളി. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ റോങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മുടെ SL അടിച്ചു കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു ഈഗോയുടെ ആവശ്യമില്ല. നമുക്ക് തെറ്റ് സംഭവിച്ചു എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ എന്താ പറയാ ഹാപ്പി ആയിട്ട് നമ്മളൊരു ഡിസിപ്ലിൻ അവിടെ കീപ്പ് ചെയ്തു, നമ്മളൊരു പ്രോസസ്സ് ഫോളോ ചെയ്ത സന്തോഷത്തിൽ നമ്മൾ SL ഹിറ്റ് ചെയ്ത് ആ ട്രേഡിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം. ഓക്കെ, അതല്ലാതെ ഇത് ലോസ് അടിച്ചു, SL ഹണ്ടിങ് ആണ്, മാർക്കറ്റ് തിരിച്ച് മേളിൽ പൊക്കോളും, അല്ലെങ്കിൽ കുറച്ചും കൂടെ പോയിട്ട് ഒരു സപ്പോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് വന്നോളും എന്ന് കരുതി ഞാൻ ഇവിടെ എല്ലാം വരും വീണ്ടും വീണ്ടും ആവറേജ് ചെയ്ത് നിൽക്കരുത്. നമ്മുടെ കയ്യിലുള്ള എല്ലാം പോകും. ഓക്കെ, സോ detach from ego. Don't show ego to the market. Okay, market is always bigger than you. മനസ്സിലാക്കി.
ഓക്കെ, നമ്മൾ ഫൈനൽ സ്ലൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗോൾഡൻ റൂൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഗുഡ് സൈക്കോളജി എന്ന് പറയുന്നത് പ്രോസസ് പ്ലസ് ഡിസിപ്ലിൻ പ്ലസ് റിസ്ക് കൺട്രോൾ അല്ലേ? നമ്മൾ ഇത്ര നേരം പറഞ്ഞു, ഒരു പ്രോസസ്സ് പറഞ്ഞു, ഡിസിപ്ലിൻ എങ്ങനെ പാലിക്കണം എന്ന് പറഞ്ഞു, റിസ്ക് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതാണ് ഒരു ഗുഡ് സൈക്കോളജിയുടെ ഫോർമുല. ഓക്കെ, നിങ്ങൾ ഇതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഫോക്കസ് ഓൺ എക്സിക്യൂട്ടിംഗ് ദ പ്രോസസ് ആൻഡ് പ്രോഫിറ്റ്സ് വിൽ ഫോളോ നാച്ചുറലി. നമ്മൾ ഈ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുക, അതിൽ നമ്മുടെ ശ്രദ്ധ വെക്കുക. ഓക്കെ, പ്രോഫിറ്റ് തന്നെ വന്നു. ഒരിക്കലും നമ്മൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുക, ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കലി വന്നോളും. നിങ്ങളിത് പരീക്ഷിക്കുക. പിന്നെ ഒരു ടിപ്സ് എന്നുള്ള രീതിയിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നിങ്ങൾ ഡിസൈഡ് ചെയ്യരുത്. നിങ്ങളൊരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മിനിമം 100 ട്രേഡ്സ്, 100 ഡേയ്സ് അല്ല ഉദ്ദേശിക്കുന്നത്, 100 ട്രേഡ്സ് നിങ്ങൾ ആ ഒരൊറ്റ സെറ്റപ്പിൽ നിന്നിട്ട് നിങ്ങൾ പരീക്ഷിക്കുക. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ 1, 2 അല്ലെങ്കിൽ 3 ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് 100 ട്രേഡ് എത്താൻ, ഇപ്പൊ 2 ട്രേഡാണ് ഡെയിലി എടുക്കുന്നതെങ്കിൽ 100 ട്രേഡ് കിട്ടാനായിട്ട് എത്ര ദിവസം വേണം? 50 ദിവസം അല്ലേ? 50 ദിവസം പറഞ്ഞാൽ ഒരു മാസത്തിൽ 20 ദിവസമാണ് ട്രേഡിംഗ് ഉള്ളത്. അപ്പൊ 50 ദിവസത്തിന് 2.5 മാസം മതി അല്ലേ? 2.5 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ പരീക്ഷിക്കണം. ഒരു സ്ട്രാറ്റജി എടുക്കുക, ആ സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 2.5 മാസം, അതായത് 100 ട്രേഡിൽ നിങ്ങളത് പരീക്ഷിക്കുക. പരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പിയാനിൽ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും പ്രോഫിറ്റിൽ തന്നെയായിരിക്കും. ഓക്കെ ഓക്കെ, ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾ എപ്പോഴും അല്ലാതെ 10 ട്രേഡ് എടുത്തോണ്ടേ അടുത്ത സ്ട്രാറ്റജി കൂടുതൽ നമ്മൾ അടുത്ത സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ട് പരീക്ഷിച്ചു 2 ട്രേഡ് എടുത്ത് നോക്കും, ചിലപ്പോൾ ലോസ് വരും, വീണ്ടും അടുത്ത സ്ട്രാറ്റജിയിലേക്ക് പോകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 പ്രോഫിറ്റ് കിട്ടും, ഉടനെ ആ സ്ട്രാറ്റജി നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതലാക്കുക. ഇതൊന്നും ചെയ്യരുത്. ഒരേ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഇപ്പം ഓപ്ഷൻസ് ചെയ്യുന്നതാണ് ഞാൻ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഒരു ലോട്ട് ആയതുകൊണ്ട്. ഇപ്പൊ ഇൻട്രാഡേ സ്റ്റോക്കിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിക്സഡ് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ്, ഇപ്പം 1000 ആണ് നിങ്ങളുടെ പെർ ട്രേഡിന്റെ ലോസ് എങ്കിൽ അതിന് എത്രയാണോ വരുന്ന ക്വാണ്ടിറ്റി അത് മാത്രം പൊസിഷൻ സൈസിങ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അങ്ങനെ സെറ്റപ്പ് ഇപ്പം 20 ml ഹാമർ കണ്ടിട്ട് എടുക്കുന്നതാണ് നിങ്ങളുടെ സെറ്റപ്പിൽ, അത് തന്നെ 100 ട്രേഡിൽ നിങ്ങൾ പരീക്ഷിക്കുക. എന്നിട്ട് വേണം നിങ്ങളുടെ സ്ട്രാറ്റജി സക്സസ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് വേണം ആ വീഡിയോസ് ചെയ്യാനായിട്ട്. ഈ എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ പറയുക, ഞാൻ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.